അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ എൻ്റെ 2 മക്കൾസും 2 മാസം കൊണ്ട് കട്ട വെയിറ്റിംഗ് ചെയ്ത് നിന്നൊരു ഷോപ്പിംഗാണ്, സ്കൂൾ ഷോപ്പിംഗാണ്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ ദൈവത്തെ ഓർത്ത് അവിടെ കിടന്ന് അലമ്പ് കാണിക്കരുത്, എന്തൊക്കെ സാധനങ്ങളാണ് ലിസ്റ്റിട്ടാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട ഒരു നിര തന്നെ അവിടെ കാണിച്ചു വെക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, വീട്ടിൽ അത്യാവശ്യം ഉള്ളത് എടുക്കണ്ട, ഇല്ലാത്തത് മാത്രം എടുത്താൽ മതി. അങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് ബുക്കായിരുന്നു മേടിക്കേണ്ടത്. അങ്ങനെ ക്ലാസ്മേറ്റിൻ്റെ കുറച്ച് ബുക്സൊക്കെ മേടിച്ച് ആവശ്യത്തിനുള്ള 2 പേർക്ക് നല്ല രീതിയിൽ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് പക്ഷേ പോയത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അടുക്കളയിലൊക്കെ കിടന്ന് വിരവുന്നുണ്ട്, നമ്മളെ കണ്ണ് അങ്ങോട്ടല്ലേ പോത്തോളൂ. സ്പൂണ് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു മനസ്സ് അതിനകത്തോട്ടൊക്കെ പോയി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചോദിച്ചു, നീ ഇത് മേടിക്കാനാണോ വന്നത്, പാത്ര കച്ചവടം തുടങ്ങാനാണോ വന്നതെന്ന് ചോദിച്ച്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞാൻ മാറി തണ്ട കുഞ്ഞു കുഞ്ഞു ടിന്നൊക്കെ മേടിച്ച്. പിന്നെ അതും കഴിഞ്ഞിട്ട് തണ്ട ഈ മോപ്പൊക്കെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കണ്ണ് അങ്ങോട്ട് പോയി ഗൈസ്. പിന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു കർച്ചീഫും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വാട്ടർ ബോട്ടിൽ മേടിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താണ്ട ഇവിടെ വന്ന് പെൻസിലും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഇന്നേഴ്സ് മക്കൾക്ക് മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ പോയി അതും മേടിച്ചിട്ട് പിന്നെ രണ്ട് പേർക്ക് സ്കൂൾ ഷൂ മേടിക്കണമായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താണ്ട വീട്ടിലേക്ക് വന്ന് 2 ലോഡ് ഇത് 2 കവർ നിറച്ചും ബുക്സാണ്. എന്നെ ആരും ഹെൽപ്പ് ചെയ്തില്ല, ഈ 2 ലോഡ് ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് കയറിയാണ് ഗൈസ്. ഇവൻ കിടന്ന് കരയുന്നതെന്ന് വെച്ചാൽ മോന് ബോൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ബോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള കരച്ചിൽ, അത് എവിടെ പോയാലും അങ്ങനെയാണ്, എന്തേലും കാര്യം പറഞ്ഞ് കരച്ചിലായിരിക്കും. പിന്നെ ദാണ്ട് അപ്പയുടെ കടയിൽ വന്നിട്ട് നമ്മൾ തയ്ക്കാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് 2 എണ്ണത്തിനും വിശന്ന് ചോറും കഴിച്ചു.